ബിഗ് ബോസിലേക്ക് അവർ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ ലാസ്റ്റ് മണി ടാസ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരാൾ അത് പൈസ എടുക്കുന്നു, വീടിന് പുറത്തേക്ക് പോകുന്നു. ഇതായിരുന്നു അവരുടെ ആദ്യത്തെ പ്ലാൻ. പക്ഷെ അത് തകർത്തുകൊണ്ടാണ് നമ്മുടെ ടാസ്കുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്കോ നൂറയ്ക്കോ പുറത്തു പോകാൻ വേണ്ടി സാധിച്ചില്ല. അപ്പൊ പിന്നെ ഉണ്ടായിരുന്നത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് അവർ കണ്ടിരുന്നത് നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലി കിട്ടി. പക്ഷെ അത് അവർ വിചാരിച്ചത് ഫൈനൽ 5 ഉണ്ടായിരുന്ന ഒരാളാണ് നൂറ എന്നായിരുന്നു. പക്ഷെ അതും പൊളിച്ചടക്കിയിട്ടാണ് മോഹൻലാൽ ഇത്തവണത്തെ വീക്കെൻഡിൽ പോയിരിക്കുന്നത്. അതായത് അതിലും അവർ നല്ല രീതിക്ക് ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരാഴ്ച ഞാൻ അത്രയും കഷ്ടപ്പെടുന്നത് ഈ ഒരാഴ്ച ഞാൻ വോട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ നൂറ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ഒരു വലിയ റീസൺ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ലാസ്റ്റ് ഫൈനൽ 5 എത്തിയിട്ടുണ്ടെങ്കിൽ വോട്ട് സ്പ്ലിറ്റ് ആവാനും രണ്ടുപേർക്കും ഒരു നമ്മുടെ ബിഗ് ബോസിന്റെ കപ്പ് കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവായതുകൊണ്ട് തന്നെ ഇതിൽ രണ്ടുപേരിൽ ഒരാൾ എന്തായാലും ഔട്ട് ആവണം. അതുകൊണ്ട് തന്നെ ഇത്തവണ ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റൻസ് എല്ലാവരും വന്ന സമയത്ത് എന്തായി, ആദിലയെ ട്രിഗർ ചെയ്യാനും ആദില ട്രിഗർ ചെയ്തതായിട്ട് അഭിനയിക്കുകയാണെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. പക്ഷെ ആദിലയുടെ സ്ട്രാറ്റജി ആവാം. ആദിലയ്ക്ക് അത് ഏറ്റെടുക്കാനും ഞാൻ എന്താകുന്നുണ്ട്, ഞാൻ രണ്ടാമത്തെ കട്ടപ്പ ആയിക്കോട്ടെ എന്നൊക്കെ ക്യാമറ നോക്കി മനഃപൂർവ്വം ആദില പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദിലയ്ക്ക് വോട്ട് കുറയാൻ വേണ്ടി നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ മിഡ് വീക്ക് എവിക്ഷനിൽ ആദില ഔട്ടാകും. ആദില ഔട്ടായിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഉള്ള ഫൈനൽ 5 ഫൈനൽ 6 നൂറ മാത്രമേ ഉണ്ടാവുള്ളൂ. ആദിലയ്ക്ക് പുറത്ത് നിന്നുകൊണ്ടോ ആദിലയുടെ ബാക്കിയുള്ള സപ്പോർട്ട് യൂസ് ചെയ്തുകൊണ്ടോ നൂറയെ വിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് അവർ വിശ്വസിക്കുന്നുണ്ടാവുക. അതായത് അവർ പറയുന്നുണ്ട് PR ആണോ ജനങ്ങളാണോ വിജയിക്കുക എന്ന് നമുക്ക് നോക്കാം.